നരേന്ദ്രമോദി നല്ല സുഹൃത്തെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ട്രംപിനെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുന്നുവെന്ന് മോദി വ്യക്തമാക്കി. ട്രംപിന്റെ അനുഭാവപൂർണ്ണമായ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നുവെന്നും മോദി വ്യക്തമാക്കി. തീരുവ യുദ്ധത്തിനിടയിലാണ് ഇരു നേതാക്കളുടെയും പ്രതികരണം. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അന്തർധാര സജീവമാണോ? എങ്ങനെയാണ് ഈ പ്രതികരണം തീരുവ യുദ്ധത്തിനിടെ രണ്ടുപേരും നടത്തുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. സുജിയ, തീർച്ചയായും അന്തർധാര സജീവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മഞ്ഞുരുകലിന്റെ ലക്ഷണം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാക്കുകളെ ചൂണ്ടിക്കാണിക്കാം. ഏതായാലും രാവിലെയാണ് ട്രംപ് ഇതുവരെ പറഞ്ഞതല്ല, ഇന്ന് ട്രംപ് പറഞ്ഞത് നരേന്ദ്രമോദി ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ ചില നിലപാടുകളിൽ തനിക്ക് ശക്തമായി വിയോജിപ്പുണ്ട് എന്ന് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ തീരുവ യുദ്ധകാലത്തൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഇന്ത്യയുമായി വ്യാപാര ബന്ധം ഒരു ഗുണവും അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ശക്തമായ ഭാഷയായിരുന്നു ട്രംപ് ഉപയോഗിച്ചതെങ്കിൽ അതിൽ നിന്ന് മാറി മോദി തന്റെ അടുത്ത സുഹൃത്താണ്, ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നു, ചില വിഷയങ്ങളിൽ മാത്രമാണ് വിയോജിപ്പുള്ളത് എന്ന ഒരു അഭിപ്രായം ഇന്ന് രാവിലെ ട്രംപ് പറഞ്ഞത്. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ട്രംപിന് നന്ദി പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം, സൗഹൃദം അത് ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകും എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയാണ്. ഏതായാലും ഈ ഒരു മഞ്ഞുരുകൽ സൂചനകളുണ്ട്, വീണ്ടും ചർച്ചകൾക്കുള്ള സാധ്യതകളുണ്ട്. നേരത്തെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കും, നവംബർ മാസത്തോടുകൂടി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും എന്നൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ഏതായാലും ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മോദി പോകില്ല എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് രാവിലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രതികരണം വരുന്നത്. ഏതായാലും കാര്യങ്ങൾ മാറി മറിയുന്നതിന്റെ സൂചന ഈ വാക്കുകളിലുണ്ട്. സുജിയ, ഓക്കെ, അങ്ങനെ അവർക്കിടയിലെ മഞ്ഞുരുകുകയാണോ, പ്രശ്നങ്ങളൊക്കെ തീരുകയാണോ? അതേസമയം ബ്രിക്സിന്റെ ഓൺലൈൻ യോഗം നടക്കാൻ പോവുകയാണ്. ആ യോഗത്തിൽ നരേന്ദ്രമോദി തീരുവയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കും. ഇപ്പുറത്തെ ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ, അങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ പിക്ചർ അഭി ഭി ബാക്കി ഹേ ബോസ് എന്ന് ട്രംപിനോട് നമുക്ക് പറയാം.